എവരിവൺ, ഏവർക്കും സൈലം SSC-RRBയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നടത്തുന്ന +2 യോഗ്യതയുള്ളവർക്ക് എഴുതാൻ കഴിയുന്ന SSC CHSL അഥവാ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷന് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ടത് വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും അതേപോലെ തന്നെ ഒരു ഇമെയിൽ ഐഡിയുമാണ്. നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും OTP വഴി അവർ വെരിഫൈ ചെയ്യുന്നതാണ്. സോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക. ഇനി അടുത്തതായി വേണ്ടത് നമ്മുടെ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്, നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആണ്. നമുക്കറിയാം നമ്മുടെ 10th സർട്ടിഫിക്കറ്റിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മുടെ പേര്, പേരൻസിന്റെ പേരുണ്ടാകും, അതേപോലെ നമ്മുടെ അഡ്രസ് ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണല്ലോ നമ്മുടെ 10th സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കണം. ഇതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം ഈ ഒരു സർട്ടിഫിക്കറ്റും സെറ്റാക്കി വെക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഒരു ആധാർ നമ്പറാണ്. അപ്പൊ ഇപ്പൊ ഒരുമാതിരി എല്ലാവർക്കും തന്നെ ആധാർ നമ്പർ ഉള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ആധാർ നമ്പർ റെഡിയാക്കി വെക്കുക. ഇനി ഇൻ കേസ് ആർക്കെങ്കിലും ആധാർ കാർഡ് ഇല്ലെങ്കിൽ അവർക്ക് താഴെ കാണുന്ന ഈ ഡോക്യുമെന്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. വോട്ടർ ID യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാൻ കാർഡ്, അല്ലെങ്കിൽ പാസ്പോർട്ട്, ഇനി ഡ്രൈവിംഗ് ലൈസൻസ്, സ്കൂൾ ഓർ കോളേജ് ID, എംപ്ലോയർ ID ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ യു വിൽ ബി റിക്വയർഡ് ടു ഷോ ദ ഒറിജിനൽ ഡോക്യുമെന്റ് അറ്റ് എ ലേറ്റർ സ്റ്റേജ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആ ഡോക്യുമെന്റിന്റെ ഒറിജിനൽ നിങ്ങൾ ലേറ്റർ സ്റ്റേജിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ഏറ്റവും ബെസ്റ്റ് ആധാർ നമ്പർ തന്നെയാണ്. ആധാർ നമ്പർ ഉള്ളവര് എല്ലാവരും തന്നെ ആധാർ നമ്പർ കൊടുക്കുക, എൻട്രി ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡ് വെച്ച് തന്നെ അപ്ലൈ ചെയ്യുക. ഇനി അടുത്തതായിട്ട് ആവശ്യമുള്ളത് കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. റിസർവ്ഡ് കാറ്റഗറീസിലുള്ളവർക്ക്, റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നവർക്ക് ആവശ്യമായിട്ടുള്ള കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റും നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാണ്. ഇനി അതേപോലെ തന്നെ വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് ആണ് EWS കാറ്റഗറിയിലുള്ളവർക്ക്, EWS റിസർവേഷൻ കിട്ടുന്നവര് ഉറപ്പായിട്ടും EWS സർട്ടിഫിക്കറ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ടാകണം. അപ്പം ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യവും മറന്നു പോകണ്ട. ഇനി അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സിഗ്നേച്ചർ. അപ്പൊ നിങ്ങളുടെ സിഗ്നേച്ചർ എന്താണ്? ഒരു ബ്ലാക്ക് പെന്ന് യൂസ് ചെയ്തിട്ട് പ്രോപ്പറായി ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ സൈൻ ഇടുക. ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്ന് തന്നെ യൂസ് ചെയ്യുക. ബ്ലാക്ക് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അതിന്റെ ഒരു സ്കാൻഡ് ഇമേജ് നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം. ഇത് നമുക്ക് SSCയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ നിങ്ങളുടെ സിഗ്നേച്ചർ, സ്കാൻഡ് കോപ്പി ഓഫ് യുവർ സിഗ്നേച്ചർ എസെൻഷ്യൽ ആണ്. അതൊരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് പെൻ കൊണ്ട് ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം സിഗ്നേച്ചറും നിങ്ങൾ റെഡിയാക്കി വെക്കണം. ഇനി സിഗ്നേച്ചർ കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫാണ്. അപ്പം ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതേപോലെയുള്ള ഒരു ഫോട്ടോയാണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. ഇനി ഈ രീതിയിലുള്ള ഫോട്ടോകളൊക്കെ ചിലർക്കുണ്ടാകും. എക്സ്ട്രാ കളർ വന്നിട്ടുള്ള ഫോട്ടോകൾ, ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഫോട്ടോകൾ, ഫേസിങ് സൈഡ് വൈസ്, സൈഡ് മാത്രം കാണുന്ന ഒരു ടൈപ്പ് ഫോട്ടോ, വളരെ ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോ, ബ്ലർ ഫോട്ടോ, ഡാർക്ക് ആയിട്ടുള്ള ഫോട്ടോ, വളരെ സ്മോൾ ആയിട്ടുള്ള ഫോട്ടോ, അല്ലെങ്കിൽ ക്യാപ്പ് വെച്ചത്, ബ്ലർ ആയിട്ടുള്ളത്, സ്പെക്ടക്കിൾ വെച്ചത്, ഇത്തരത്തിലുള്ള ഫോട്ടോകളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. ഈ തരത്തിലുള്ള ഫോട്ടോകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഏത് ടൈപ്പ് ഫോട്ടോ ആണ് വേണ്ടത്? ഇതേപോലെ വളരെ ക്ലിയർ ആയിട്ടുള്ള, വിസിബിൾ ആയിട്ടുള്ള പ്രോപ്പർ ഫോട്ടോഗ്രാഫ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം എന്ന കാര്യം മറന്നു പോകരുത്. ഓക്കെ, അപ്പം ഫോട്ടോഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ കാര്യം ഒരു കാരണവശാലും വിട്ടുപോകരുത്. ഈ ഒരു ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫും എന്തായിട്ടുണ്ടാകണം, നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകണം. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകുന്നത്. അപ്പം നമ്മുടെ SSC CHSLന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SSC CHSL ലെജൻഡ്സ് ബാച്ച് എന്നാണ് നമ്മുടെ ബാച്ചിന്റെ പേര്. സോ CHSL എക്സാമിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഈ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുക. സോ അതിലേക്കുള്ള അഡ്മിഷൻ ഓപ്പൺ ആണ്. സൈലം SSC ഈ ബാച്ചിലേക്കുള്ള ക്ലാസ്സുകളുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
സോ ഇതിന്റെ കോഴ്സ് ഫീ വരുന്നത് 2,999 ആണ്. 2,999 ആണ്. സോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ തന്നെയാണ്. GST അടക്കമാണ് ഈ 2,999 വരുന്നത്. ഇതില് ഓൺലൈൻ ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വരുന്നത് 400+ hours ഓഫ് ലൈവ് ക്ലാസ്സുകളാണ്. 400 മണിക്കൂറിലധികമുള്ള ലൈവ് ക്ലാസ്സുകൾ ഈ ബാച്ച് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഡെയിലി 2 to 4 ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി വീക്ക്ലി ആണെങ്കിൽ 5 to 6 ഡേയ്സ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഈ ഒരു സ്പെഷ്യാലിറ്റീസ്, ഈ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾ മറന്നു പോകണ്ട. ഈ ബാച്ചുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ബാച്ചിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ സൈലം ആപ്പിൽ തന്നെ ആയിരിക്കും ഈ ക്ലാസ്സുകൾ, ഓൺലൈനായിട്ട് സൈലം ആപ്പിൽ തന്നെ ആയിരിക്കും ഈ ക്ലാസ്സുകൾ റൺ ആവുക. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു പ്രത്യേക ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടായി ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അപ്പോഴും നിങ്ങൾ വിഷമിക്കേണ്ട. അന്നത്തെ ക്ലാസ് റെക്കോർഡഡ് സെഷൻ ആയിട്ട് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് വീണ്ടും എടുത്ത് കാണാം. എത്ര തവണ വേണമെങ്കിലും ഒരു ക്ലാസ് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ലൈവ് ക്ലാസ്സിൽ വന്ന് നേരിട്ട് അധ്യാപകരോട് ഡൗട്ട് ചോദിച്ച് നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്ക് ഈ ബാച്ചിലൂടെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ഫാക്കൽറ്റീസും, നമ്മുടെ സൈലം SSCയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഫാക്കൽറ്റീസും ഈ ബാച്ചിന് ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ മറന്നു പോകണ്ട. SSC CHSL ലെജൻഡ്സ് ബാച്ചിന്റെ കാര്യം ഓർമ്മയിൽ വെച്ചോളുക. ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ SSC CPO എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, CPO എക്സാംസ്, സബ് ഇൻസ്പെക്ടർ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് SSC CPO ചാമ്പ്യൻസ് ബാച്ച് എന്നാണ് ആ ബാച്ചിന്റെ പേര്. സോ 400+ ലൈവ് ക്ലാസ്സസ് ഈ ബാച്ചിന്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ 2 to 4 ക്ലാസ്സസ് ഡെയിലി ഉണ്ടായിരിക്കും. 5 to 6 ഡേയ്സ് വീക്കിലി നിങ്ങൾക്ക് ക്ലാസ്സുകൾ എക്സ്പെക്ട് ചെയ്യാം. ഈ ബാച്ചിന്റെയും ഫീസ് വരുന്നത് 2,999 തന്നെയാണ്. സോ ഇതിലേക്കുള്ള അഡ്മിഷൻസും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഇതിലേക്കും ജോയിൻ ചെയ്യാം. സോ ഒരു യൂണിഫോം പോസ്റ്റിലേക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ബാച്ച് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു ഇൻസ്പെക്ടർ ആകാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ബാച്ചാണ് ഇത്. അതേപോലെ തന്നെ ഇനി SSC CGL എക്സാംസ്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, അതായത് ഡിഗ്രി യോഗ്യതയുള്ളവർ, കേന്ദ്ര സർക്കാർ ജോലിക്ക് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു ബാച്ചാണ്. ഡിഗ്രി ബേസിലുള്ള പോസ്റ്റുകളിലേക്കുള്ള എക്സാമാണ് SSC CGL എക്സാംസ് എന്ന് പറയുന്നത്. സോ ഇതിലേക്ക് 5,999 ആണ് നമ്മുടെ ഫീസ് വരുന്നത്. ഇതിലേക്കുള്ള അഡ്മിഷൻസും ഓപ്പൺ ആണ്. 400+ അവർ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. 2 to 4 ക്ലാസ്സസ് ഡെയിലി ഉണ്ടായിരിക്കും. 5 to 6 ഡേയ്സ് വീക്ക്ലി നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കേന്ദ്ര സർവീസിലേക്ക് ഒരുപാട് മലയാളികൾ ഇനിയും എത്തിച്ചേരേണ്ടതുണ്ട്. സോ ആ ഒരു ലക്ഷ്യത്തോടു കൂടി സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായും നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഈ എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്ത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. ഒരു നല്ല ഒരു പോസ്റ്റിലേക്ക് തന്നെ കയറി പറ്റാം എത്രയും വേഗം. സോ എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തുക. മടിച്ചു നിൽക്കേണ്ട. ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയന്റ് ആയ സ്ഥലങ്ങളിൽ നിന്നും, നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ ഇരുന്നുകൊണ്ട് തന്നെ ക്ലാസ് കേൾക്കാമെന്ന വലിയൊരു അഡ്വാൻറ്റേജ് ഇതിലുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.